മോളെ ഒരു കാര്യം കൂടെ പറയാം. ഒരിക്കൽ ഒരു സഹപ്രവർത്തകർ പറഞ്ഞ കാര്യമാണ്. അവർ സൂയിസൈഡ് അങ്ങനത്തെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്കൊരു ഫോൺ കോൾ വന്നു, ഒന്ന് പെട്ടെന്ന് വരണം, ഒന്ന് ഹെൽപ്പ് ഇതിന് വരണം. എൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ അമ്മയില്ല, മോള് പൂർണ്ണ നഗ്നയായിട്ട് വീട്ടിൽ കിടന്നു. അച്ഛൻ ജസ്റ്റ് റിട്ടയർ ചെയ്തൊരു ഗവൺമെൻറ് ഓഫീസർ തന്നെ. അമ്മ തിരുവനന്തപുരത്ത് നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. വരണം എന്ന് ചെന്നപ്പോൾ ഈ കുട്ടി നൂൽബന്ധമില്ലാതെ 24 വയസ്സുണ്ട്, കിടക്കാണ് ഡ്രോയിങ് റൂമിൽ, ഫുൾ ലഹരിക്ക് അടിമയാണ്. അടുത്ത് ചെന്ന് പോലീസിനെയും കൊണ്ടാണ് ഇവർ ചെന്നത്. അടുത്തുനിന്ന് ഉടുപ്പൊക്കിടാൻ നോക്കിയിട്ടും വളരെ റെസിസ്റ്റൻസ് കാണിക്കുക. അപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് പുറപ്പെട്ടു. അച്ഛനടുത്തേക്ക് വരാൻ പറ്റില്ല. എന്താണ് പീഡനം എന്നൊക്കെ പറഞ്ഞ അച്ഛൻ, അതാണ് അച്ഛൻ ഫോൺ ചെയ്ത് ഇവരെ വരുത്തിയത്. അങ്ങനെ ആ കുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. മറ്റൊരു കേസ്, ഈ ഒരു പെൺകുട്ടി അച്ഛനും അമ്മയും പറഞ്ഞു ഇവിടെ ഇത് പറ്റില്ല, ലഹരി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് അയക്കാണ്ടായപ്പോൾ കേസ് കൊടുത്തു. എന്നെ പുറത്ത്, ഞാൻ പ്രായപൂർത്തിയായ ആളാണ്, എന്നെ വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ പോലീസ് വന്ന് ഈ കുട്ടി റിലീസ് ചെയ്ത് വന്നു. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഈ കുട്ടി സബ്മിറ്റ് ചെയ്തു. എന്താണ്, വക്കീലിൻ്റെ അനുവാദത്തോടെ, ഞങ്ങൾക്ക് ഈ മോളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇവളെന്തെങ്കിലും ഇങ്ങനത്തെ കേസിൽ കുടുങ്ങുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരണ്ട,